ഹലോ, എല്ലാവർക്കും ബിലേറ്റഡ് ഓണാശംസകൾ. കുറച്ചായി വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോ ഈ ഐലൻഡിലെ ചെറിയൊരു ഓണാഘോഷമാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ഉത്രാടപ്പാച്ചില് സ്കൂളിലേക്കായിരുന്നു. അവിടെ കുറച്ച് OT ഫോംസും പിന്നെ ഇന്ത്യൻ ഫുഡും. അക്ഷരാർത്ഥത്തിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. വലിയ പരിപാടി ഒന്നും അല്ലേലും ഞങ്ങള് ഉള്ളത് കൊണ്ട് ചെറിയൊരു ഓണാഘോഷം അങ്ങ് തീരുമാനിച്ചു. അഡീഷണൽ പ്ലാനിങ്ങിനും ചെറിയൊരു ഗ്യാതറിങ്ങിനുമായി ഞങ്ങൾ ഇവിടുത്തെ പാർക്കിൽ ഒത്തുകൂടി. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഗ്യാതറിങ് നടത്തിയിട്ട് കുറച്ചായി. അങ്ങനെ ഒരു 5:45 ആയപ്പോൾ എല്ലാവരും എത്തി തുടങ്ങി. ഈ സമയത്താണ് ഐലൻഡിലെ പ്രെയർ ടൈം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഐലൻഡിലെ അധികം ആരും തന്നെ 6 മണി തൊട്ട് 8 മണി വരെ പാർക്കിലേക്ക് അങ്ങ് വരാറില്ല. അപ്പോൾ അത് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് പോലെ തോന്നും. അവിടെ ചെറിയ ഗെയിംസും സ്നാക്സും ഒക്കെ ആയി അടിച്ചു പൊളിച്ചു. സ്നാക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഇന്നത്തെ ഗ്യാതറിങ്ങിന് ലക്ഷ്മി മിസ്സിന്റെ വകയായിരുന്നു ഒരു സീക്രട്ട് റെസിപ്പി. സംഭവം എന്തായാലും കൊള്ളമായിരുന്നു. ഇതേ കണ്ടില്ലേ, കാര്യം ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചതെങ്കിലും ഇവിടെ ഫുൾ കത്തിയടിയാണ് കേട്ടോ. ദേ ഇപ്പൊ ഗെയിംസും തുടങ്ങി. നമ്മുടെ ട്രഡീഷണൽ കുളം കര കളി വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുളം കര മത്സരം ആരംഭിക്കുകയാണ്. റെഡി? ടീംസ് റെഡി? Malayalam telling kulam means out, okay? In, out, in, out, out. അതിനുശേഷം നാട്ടിലെ ക്ലാസിക് ഗെയിം ലെമൺ ആൻഡ് സ്പൂൺ. come on. ഈ കൊണ്ടുപോകുന്ന കണ്ടോ, ഇത് സിനിമാ പേര് പറയാനാണ്. ദംഷരാജ്. That's right. ചിന്നമലർ. സ്റ്റാർട്ട്. കാല് മാറ്റരുത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. Ready. എന്തോ എങ്ങനെ ആദ്യം കൂടെ നോക്കലേ. അയ്യോ, Done. ഇങ്ങോട്ട് നോക്കണേ. ഇപ്പഴല്ല ഞാൻ എപ്പ കാണിച്ചേ നോക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ഫൗളാണ്. ആ ഫസ്റ്റ് എപ്പ താ ഇപ്പടി കാണിച്ചേനോ. ആ കറക്റ്റ് സെറ്റ്. ആ പറഞ്ഞ കറക്റ്റ്. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. ആ സ്കൂൾ കിഡ്സ് ഡാൻസ്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഇപ്പൊ കണ്ടോ റിയൽ. അത് മൊത്തം മാറ്റി. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ.
എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അങ്ങനെ കുറെ എൻജോയ്മെന്റും കുറച്ച് ഡിസ്കഷൻസും ഒക്കെ ആയി ഓർഗനൈസിംഗ് കമ്മിറ്റി പിരിഞ്ഞു. എനിക്കും നോളി മിസ്സിനും അവിയലും കൂട്ടുകറി ആൻഡ് രസമായിരുന്നു കിട്ടിയത്. എന്തായാലും നല്ല രസമായിരുന്നു. എല്ലാവർക്കും ശരിക്കും ചെറുപ്പമായ പോലെ ഒക്കെ തോന്നി. ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്നാണ് കേട്ടോ. എല്ലാവർക്കും നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത്. അങ്ങനെ സമയം 8 കടകളൊക്കെ തുറക്കാറായി. ഈ ഐലൻഡിൽ കൂടുതലും മിനി സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പാണ് കേട്ടോ ഉള്ളത്. അവിടെ നിന്ന് നാളത്തേക്കുള്ള വലിയ ചെറിയ പർച്ചേസുകളൊക്കെ ചെയ്ത് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയായി. അടുത്ത ദിവസം ഓരോരുത്തർ പാചകം ചെയ്യുന്ന വിഭവങ്ങളുടെ ടീസർ വീഡിയോസ് ഒക്കെ ഗ്രൂപ്പിലിട്ട് ഗ്രൂപ്പ് രാവിലെ തന്നെ അങ്ങ് ആക്റ്റീവായി. നാട്ടിലെ തിരുവോണം വല്ലാതെ മിസ് ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതലാണ് മമ്മീനെ. അന്നേ ദിവസം മമ്മിയുടെ ബർത്ത്ഡേ കൂടെയാണ്. അവിടെ വീട്ടിലെല്ലാവരും വൻ സെലിബ്രേഷൻസ് ഒക്കെയാണ്. ഞാനും നോളി മിസ്സും കൂടി നമ്മുടെ കറികളുടെ പ്രിപ്പറേഷൻ അങ്ങ് തുടങ്ങി. നമ്മുടെ പരിപാടിക്ക് ഇവിടുത്തെ നൈജീരിയയിൽ നിന്നുള്ള ഡോക്ടറിനെയും അതേപോലെ തന്നെ ഇസത്തുബേനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരായ ചേട്ടന്മാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി കഴിച്ചാൽ മാത്രം മതി. പറയാൻ മറന്നു, ഈ സദ്യ മൊത്തം സെർവ് ചെയ്തത് സേതു സാറും ഹരി സാറും ജോ സാറും കൂടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നതിന് ശേഷം ചെറിയ അന്താക്ഷരിയൊക്കെ കളിച്ച് എല്ലാരും അവിടുന്ന് പിരിഞ്ഞു. തിരിച്ച് ഇസത്തുബേനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി. ഈ ഐലൻഡിൽ വന്നിട്ട് 1 വർഷത്തിൽ കൂടുതലായി. ഒരു ചെറിയ ഐലൻഡാ, പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇതുവരെ കാണാത്ത കുറെ ഹിഡൻ ഡെസ്റ്റിനേഷൻസിലൊക്കെ ഞങ്ങളെ ഇസത്തുബേ കൊണ്ടുപോയി. ഇനി ആ ഏരിയാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ആ എക്സ്പ്ലോറേഷനും ഒരുപാട് മോൾഡീവ്സ് വിശേഷങ്ങളും ഒക്കെ ആയി അടുത്ത വീഡിയോസുമായി വേഗം വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി ഓണം.